Prove that circle drawn on equal sides of an isosceles triangle as diameters pass through the midpoint of the third side. Consider the circles one by one. അതായത് ഒരു ഐസോസ്ലെസ് ട്രയാങ്കിളിൻ്റെ ഈക്വൽ ആയിട്ടുള്ള സൈഡ്സ് ഡയമീറ്റർ ആക്കിക്കൊണ്ട് രണ്ട് സർക്കിൾസ് വരച്ചാൽ ഈ രണ്ട് സർക്കിൾസും ഈ തേർഡ് സൈഡിൻ്റെ അതായത് ഈക്വൽ അല്ലാത്ത സൈഡിൻ്റെ മിഡ് പോയിന്റിലൂടെ പാസ് ചെയ്യുമെന്ന് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ട്രയാങ്കിളിന് ABC എന്ന് നെയിം ചെയ്യാം. ഇതിൽ എ ബിയും എ സിയും ആണ് ഈക്വൽ ആയിട്ടുള്ള സൈഡ്സ് അല്ലേ. ഐസോസ്ലെസ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ രണ്ട് സൈഡ്സ് ഈക്വൽ ആയിട്ടുള്ള ട്രയാങ്കിൾ ആണ്. അപ്പോൾ ഇതിൽ ഈക്വൽ ആയിട്ടുള്ള സൈഡ്സ് എ ബിയും ബി സിയും ആണ്. അപ്പോൾ ഈ ഈക്വൽ ആയിട്ടുള്ള സൈഡ്സ് കൂട്ടിമുട്ടുന്ന പോയിന്റ് ആണ് ബി അല്ലേ. എ ബി എന്ന സൈഡും ബി സി എന്ന സൈഡും മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് ബി. അപ്പോൾ ബിയിൽ നിന്നും ഓപ്പോസിറ്റ് സൈഡ് അതായത് എ സിയിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കുകയാണെങ്കിൽ ഇത് മീറ്റ് ചെയ്യുന്ന പോയിന്റ് എ സി എന്ന സൈഡ് മീറ്റ് ചെയ്യുന്ന പോയിന്റ് എന്തായിരിക്കും? അതിന് ഡി എന്ന് കൊടുക്കാം. ഈ പോയിന്റ് ഈ എ സിയുടെ ബൈസെക്ടർ ആയിരിക്കും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. 8ാം ക്ലാസ്സിൽ ഈക്വൽ ട്രയാങ്കിൾസ് എന്ന ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. ദ പെർപെൻഡിക്കുലർ ഡ്രോൺ ഫ്രം ദ പോയിന്റ് ജോയിനിങ് ഈക്വൽ സൈഡ്സ് ഓഫ് ആൻ ഐസോസ്ലെസ് ട്രയാങ്കിൾ ബൈസെക്ട് ദ തേർഡ് സൈഡ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഡി എന്താണ്? ഈ എ സി എന്ന സൈഡിന്റെ മിഡ് പോയിന്റ് ആണ്. ഓക്കെ, അപ്പോൾ തേർഡ് സൈഡിനെ ബൈസെക്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് അല്ലേ. അപ്പോൾ ഡി എന്ന് പറയുന്നത് എന്താണ്? ഈ എ സിയുടെ മിഡ് പോയിന്റ് ആണ് അല്ലേ. സോ ഡി ഈസ് മിഡ് പോയിന്റ് ഓഫ് എ സി. അപ്പോൾ ബി ഡി എന്ന് പറയുന്നത് എന്താണ്? പെർപെൻഡിക്കുലർ ആണല്ലോ. ഈ എ സിക്ക് പെർപെൻഡിക്കുലർ ആയിട്ടാണ് നമ്മൾ വരച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് അത് ബൈസെക്ട് ചെയ്തത് അല്ലേ, എ സിയെ ബൈസെക്ട് ചെയ്തത്. ബി ഡി പെർപെൻഡിക്കുലർ ആണെങ്കിൽ അതിനർത്ഥം എന്താണ്? ഈ ആംഗിൾ എ ഡി സിയും ആംഗിൾ ബി ഡി സിയും എന്താണ്? 90 ഡിഗ്രി ആണെന്നാണ് അർത്ഥം അല്ലേ. അപ്പോൾ എന്താ പറയുക? ആംഗിൾ എ ഡി സി ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി ആൻഡ് ആംഗിൾ ബി ഡി സി ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. കാരണം എന്താണ്? ബി ഡി ഈസ് പെർപെൻഡിക്കുലർ ടു എ സി. പക്ഷെ നമുക്കറിയാം ആംഗിൾ ഇൻ എ സെമി സർക്കിൾ ഈസ് 90 ഡിഗ്രി അല്ലേ. ഒരു സെമി സർക്കിളിലെ ആംഗിൾ 90 ഡിഗ്രി ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ റൈറ്റ് ആംഗിൾ എന്ന് വെച്ചാൽ 90 ഡിഗ്രി ആണ് അല്ലേ. അപ്പോൾ ആംഗിൾ എ ഡി ബി 90 ഡിഗ്രി ആയതുകൊണ്ട് അതിനർത്ഥം എന്താണ്? ഈ ഡി എന്ന പോയിന്റിലാണല്ലോ 90 ഡിഗ്രി വരുന്നത് അല്ലേ. അപ്പോൾ ആംഗിൾ എ ഡി ബി 90 ഡിഗ്രി ആണെങ്കിൽ ഈ എ ബി ഡയമീറ്റർ ആയിട്ടുള്ള സർക്കിളിൽ ഒരു പോയിന്റ് ആണ് ഡി എന്നാണ് അർത്ഥം അല്ലേ. സോ നമുക്ക് എന്ത് എഴുതാം? ആംഗിൾ എ ഡി ബി ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി മീൻസ് ഡി ഈസ് എ പോയിന്റ് ഓൺ സർക്കിൾ വിത്ത് ഡയമീറ്റർ എ ബി. പിന്നെ ആംഗിൾ ബി ഡി സി 90 ഡിഗ്രി ആണെങ്കിൽ അതിനർത്ഥം എന്താണ്? ബി സി ഡയമീറ്റർ ആയിട്ടുള്ള സർക്കിളിലെ ഒരു പോയിന്റ് ആണ് ഡി എന്നാണ് അർത്ഥം അല്ലേ. കാരണം ഡി എന്ന പോയിന്റിലാണ് ഈ 90 ഡിഗ്രി വരുന്നത്. ഓക്കെ, അപ്പോൾ ഡി എ ബി ഡയമീറ്റർ ആയിട്ടുള്ള സർക്കിളിലെ പോയിന്റ് ആണ്, ബി സി ഡയമീറ്റർ ആയിട്ടുള്ള സർക്കിളിലെയും പോയിന്റ് ആണ് എന്ന് നമ്മൾ പ്രൂവ് ചെയ്തു അല്ലേ. ഡി എന്ന പോയിന്റ് മിഡ് പോയിന്റ് ആണ് നമ്മൾ ഓൾറെഡി കണ്ടല്ലോ. ഓക്കെ, എ സിയുടെ മിഡ് പോയിന്റ് ആണെന്ന് കണ്ട്. അപ്പോൾ ആ മിഡ് പോയിന്റിലൂടെ ഈ രണ്ട് സർക്കിളും പാസ് ചെയ്യുന്നുണ്ടെന്നും നമ്മളിപ്പോൾ പ്രൂവ് ചെയ്തു. അപ്പോൾ എന്ത് പറയാം? ഹെൻസ് വി പ്രൂവ്ഡ് ബോത്ത് സർക്കിൾ പാസ് ത്രൂ പോയിന്റ് ഡി. Prove that all the circles drawn on the four sides of a rhombus as diameters pass through a common point. അതായത് ഒരു റോംബസിൻ്റെ എല്ലാ സൈഡ്സും ഡയമീറ്റർ ആയിക്കൊണ്ട് സർക്കിൾസ് വരച്ചാൽ ഈ എല്ലാ സർക്കിൾസും ഒരു പോയിന്റിലൂടെ പാസ് ചെയ്യുമെന്ന് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് ഈ റോംബസിന് ABCD എന്ന് നെയിം ചെയ്യാം. ഇതിന് ഡയഗണൽസ് ജോയിൻ ചെയ്യാം. ഈ ഡയഗണൽസ് മീറ്റ് ചെയ്യുന്ന പോയിന്റിന് O എന്ന് നെയിം ചെയ്യാം. ഓക്കെ, അപ്പോൾ
നമുക്കറിയാം ഒരു റോംബസിൻ്റെ ഡയഗണൽസ് എന്താണ് പരസ്പരം പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ആണ് അല്ലേ. അപ്പോൾ ഈ എ സിയും ബി ഡിയും എന്താണ് പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ആയതുകൊണ്ട് ഈ ആംഗിൾസ് ഒക്കെ എന്താണ് 90 ഡിഗ്രി ആയിരിക്കും അല്ലേ. ആംഗിൾ എ ഒ ബിയും ആംഗിൾ ബി ഒ സിയും ആംഗിൾ എ ഒ ഡിയും ആംഗിൾ ഡി ഒ സിയും എന്താണ് 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്താ പറയുക, ആംഗിൾ എ ഒ ബി ഇസിക്കൽ ടു ആംഗിൾ ബി ഒ സി ഇസിക്കൽ ടു ആംഗിൾ സി ഒ ഡി ഇസിക്കൽ ടു ആംഗിൾ എ ഒ ഡി ഇസിക്കൽ ടു 90 ഡിഗ്രി. കാരണം എന്താണ്, ഡയഗണൽസ് ഓഫ് റോംബസ് ആർ പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ്. പക്ഷേ നമുക്കറിയാം ഒരു സെമി സർക്കിളിലെ ആംഗിൾ എന്താണ് 90 ഡിഗ്രിയാണ്, റൈറ്റ് ആംഗിൾ ആണ് അല്ലേ. ആംഗിൾസ് ഇൻ എ സെമി സർക്കിൾ ഈസ് 90 ഡിഗ്രി. ആംഗിൾ എ ഒ ബി 90 ഡിഗ്രി ആണെങ്കിൽ അതിനർത്ഥം എന്താണ്, എ ബി ഡയമീറ്റർ ആയിട്ടുള്ള സർക്കിളിലെ ഒരു പോയിന്റാണ് ഒ അല്ലേ. അപ്പോൾ നമുക്കെന്ത് പറയാം, ആംഗിൾ എ ഒ ബി ഈസ് ഈക്വൽ ടു 90 ഡിഗ്രിയാണ് നമ്മൾ കണ്ടല്ലോ. ആംഗിൾ എ ബിയും ആംഗിൾ ബി ഒ സി ഒക്കെ 90 ഡിഗ്രിയാണെന്ന് കണ്ട്. അപ്പോൾ അതിനർത്ഥം എന്താണ്, മീൻസ് ഒ ഈസ് എ പോയിന്റ് ഓൺ സർക്കിൾ വിത്ത് ഡയമീറ്റർ എ ബി. എ ബി ഡയമീറ്റർ ആയിട്ടുള്ള സർക്കിളിലെ ഒരു പോയിന്റാണ് ഒ എന്നാണ് അർത്ഥം. അതുകൊണ്ടാണ് ഒയിലെ ആംഗിൾ എന്തായത് 90 ഡിഗ്രി ആയത്. ഓക്കെ, പിന്നെ നമ്മൾ കണ്ടു ആംഗിൾ ബി ഒ സിയും എന്താണ് 90 ഡിഗ്രിയാണ് അല്ലേ. ആംഗിൾ ബി ഒ സി ഇസിക്കൽ ടു 90 ഡിഗ്രി മീൻസ് ഒ ഈസ് എ പോയിന്റ് ഓൺ സർക്കിൾ വിത്ത് ഡയമീറ്റർ ബി സി. അല്ലേ, അതായത് ബി സി ഡയമീറ്റർ ആയിട്ടുള്ള സർക്കിളിൻ്റെ ഒരു പോയിന്റാണ് എന്ത് ഒ. അതുകൊണ്ടാണ് ഒയിലുള്ള ആംഗിളായ ആംഗിൾ ബി ഒ സി 90 ഡിഗ്രി ആയത്. പിന്നെ നമ്മൾ കണ്ടു ആംഗിൾ സി ഒ ഡിയും 90 ഡിഗ്രിയാണ് അല്ലേ. അപ്പോൾ ആംഗിൾ സി ഒ ഡി ഇസിക്കൽ ടു 90 ഡിഗ്രി മീൻസ് ഒ ഈസ് എ പോയിന്റ് ഓൺ സർക്കിൾ വിത്ത് ഡയമീറ്റർ സി ഡി. പിന്നെ നമ്മൾ കണ്ട് എന്ത് ആംഗിൾ എ ഒ ഡി 90 ഡിഗ്രിയാണ് അല്ലേ. അതിനർത്ഥം എന്താണ്, ഒ ഈസ് എ പോയിന്റ് ഓൺ സർക്കിൾ വിത്ത് ഡയമീറ്റർ എ ഡി. അല്ലേ, അതായത് എ ഡി ഡയമീറ്റർ ആയിട്ടുള്ള സർക്കിളിലെയും ഒരു പോയിന്റാണ് ഒ. അതുകൊണ്ടാണ് ഒയിലുള്ള ആംഗിളായ ആംഗിൾ എ ഒ ഡി എന്തായത് 90 ഡിഗ്രി ആയത്. ഓക്കെ, അപ്പോൾ ഒ എന്താ, ഈ എല്ലാ സർക്കിളിലെയും ഈ 4 സർക്കിളിലെയും എ ബി ഡയമീറ്റർ ഉള്ള സർക്കിളും ബി സി ഡയമീറ്റർ ആയിട്ടുള്ള സർക്കിളിൻ്റെയും സി ഡി ഡയമീറ്റർ ആയിട്ടുള്ള സർക്കിളിൻ്റെയും എ ഡി ഡയമീറ്റർ ആയിട്ടുള്ള സർക്കിളിൻ്റെയും ഒക്കെ ഒരു പോയിന്റാണ് അല്ലേ. അപ്പോൾ ഈ 4 സർക്കിൾസും ഒ എന്ന കോമൺ പോയിന്റിലൂടെ പാസ് ചെയ്യുന്നു. ഓക്കെ, in the picture below, a triangle is drawn joining the ends of the diameter of a circle and another points on the semicircle, and then semicircles of the other sides of triangle as diameter. Prove that the sum of areas of the blue and red crescents in the second picture is equal to the area of the triangle. അതായത് താഴെ ഫിഗറിൽ ഒരു സെമി സർക്കിൾ, ഗ്രീൻ കളറിൽ സെമി സർക്കിളില്ല, അതിൻ്റെ ഡയമീറ്റർ എൻഡാക്കിക്കൊണ്ട് ഒരു ട്രയാങ്കിൾ വരച്ചിട്ടുണ്ട്. ഓക്കെ, അതാണ് ഗ്രീൻ കളറിലുള്ള ഒരു ട്രയാങ്കിൾ. ഈ ട്രയാങ്കിളിൻ്റെ സൈഡ്സ് ഡയമീറ്റർ ആക്കിക്കൊണ്ട് മറ്റ് 2 സെമി സർക്കിൾസും വരച്ചിട്ടുണ്ട് സെക്കൻഡ് പിക്ചറിൽ. ഓക്കെ, അപ്പോൾ ഫോം ചെയ്യുന്ന 2 ക്രസൻസ് ഉണ്ട്, ബ്ലൂ കളറിലുള്ള ക്രസൻസും റെഡ് കളറിലുള്ള ക്രസൻസും. ക്രസൻസ് എന്ന് പറഞ്ഞാൽ ഈ മൂൺ ഷേപ്പിലുള്ളത്. ഓക്കെ, ബ്ലൂ ക്രസൻറ്റ് എന്ന് പറയുന്നത് ഇതാണ് ബ്ലൂ കളറിലുള്ള ക്രസൻറ്റ്. റെഡ് ക്രസൻസ് എന്ന് പറയുമ്പോൾ റെഡ് ക്രസൻറ്റ് ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ളല്ലേ. അപ്പോൾ ഈ 2 ക്രസൻസിൻ്റെയും ബ്ലൂ ക്രസൻറ്റിൻ്റെയും റെഡ് ക്രസൻറ്റിൻ്റെയും ഏരിയയുടെ സമ്മ് ഈ ട്രയാങ്കിളില്ലേ, ഈ ഗ്രീൻ കളറിലുള്ള ട്രയാങ്കിൾ, അതിൻ്റെ ഏരിയക്ക് ഈക്വൽ ആണെന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഈ ട്രയാങ്കിളിനെ നമുക്ക് ആദ്യം ABC എന്ന് നെയിം ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതൊരു
സെമി സർക്കിളിലെ ട്രയാങ്കിൾ ആണ്. അപ്പോൾ ആംഗിൾ ബി എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും അല്ലേ? അപ്പോൾ എന്ത് എഴുതാം? ആംഗിൾ ബി ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. കാരണം എന്താണ്? ആംഗിൾസ് ഇൻ എ സെമി സർക്കിൾ ആർ 90 ഡിഗ്രി. ഓക്കെ, അപ്പോൾ ഇത് 90 ഡിഗ്രി ആയതുകൊണ്ട് ട്രയാങ്കിൾ എ ബി സി എന്താണ്? ഒരു റൈറ്റ് ട്രയാങ്കിൾ ആണ്. റൈറ്റ് ട്രയാങ്കിളിന് നമുക്ക് പൈതഗോറസ് തിയറം ബാധകമാണ് അല്ലേ? അപ്പോൾ പൈതഗോറസ് തിയറം ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റും റൈറ്റ് ട്രയാങ്കിൾ ആയതുകൊണ്ട്. പൈതഗോറസ് തിയറത്തിൽ എന്താ പറയുന്നത്? ബേസ് സ്ക്വയർ പ്ലസ് ഹൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ആണ് അല്ലേ? ബേസും ഹൈറ്റും പെർപെൻഡിക്കുലർ സൈഡ്സ് ആണ്. അപ്പോൾ ഈ ട്രയാങ്കിൾ എ ബി സിയിലെ പെർപെൻഡിക്കുലർ സൈഡ്സ് ആണ് എ ബിയും ബി സിയും അല്ലേ? 90 ഡിഗ്രിയിൽ വരുന്ന സൈഡ് പെർപെൻഡിക്കുലർ സൈഡ്സ് ആണ് എ ബിയും ബി സിയും. അപ്പോൾ ബേസ് എ ബിയും ഹൈറ്റ് ബി സിയും ആയിട്ട് എടുക്കാം. അപ്പോൾ എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ ഈസ് ഈക്വൽ ടു എന്താണ്? ഹൈപ്പോട്ടന്യൂസ്. ഹൈപ്പോട്ടന്യൂസ് എന്ന് പറഞ്ഞാൽ 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റുള്ള സൈഡ്, അത് എ സി ആണ് അല്ലേ? അപ്പോൾ ഈസ് ഈക്വൽ ടു എ സി സ്ക്വയർ. അപ്പോൾ ആദ്യം നമുക്ക് ഏരിയ ഓഫ് സെമി സർക്കിൾസ് കണ്ടുപിടിക്കാം. ഏരിയ ഓഫ് ബ്ലൂ സെമി സർക്കിൾ. നമുക്കറിയാം ഒരു സെമി സർക്കിളിന്റെ ഏരിയ എന്താ? ഒരു സർക്കിളിന്റെ ഏരിയ പൈ ആർ സ്ക്വയർ ആണ്. അപ്പോൾ സെമി സർക്കിളിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ അതിന്റെ ഹാഫ് ആണ് അല്ലേ? അതായത് ഹാഫ് പൈ ആർ സ്ക്വയർ ആണ്. ഹാഫ് പൈ ആർ സ്ക്വയർ ആണ്. ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു പൈ ഇൻറ്റു ആർ എന്താ? റേഡിയസ്. റേഡിയസ് എന്താ? ഡയമീറ്ററിന്റെ ഹാഫ് ആണ്. ഡയമീറ്റർ എ ബി ആണല്ലോ. അപ്പോൾ എ ബിയുടെ ഹാഫ് എന്താ? എ ബി ബൈ 2. എ ബി ബൈ 2 ഹോൾ സ്ക്വയർ. ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു പൈ ഇൻറ്റു എ ബി ബൈ 2 ഹോൾ സ്ക്വയർ എന്ന് വെച്ചാൽ എ ബി സ്ക്വയർ ബൈ 2 സ്ക്വയർ, അതായത് 4. ഓക്കെ, ദാറ്റ് ഈസ് അപ്പോൾ ന്യൂമറേറ്ററിൽ എന്തൊക്കെയുണ്ട്? പൈ ഇൻറ്റു എ ബി സ്ക്വയർ ആണ് അല്ലേ? പൈ ഇൻറ്റു എ ബി സ്ക്വയർ ബൈ ഡിനോമിനേറ്ററിൽ 2 ഇൻറ്റു 4, അത് 8 ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ബ്ലൂ സെമി സർക്കിളിൻ്റെ ഏരിയ. ഇനി നമുക്ക് ഏരിയ ഓഫ് റെഡ് സെമി സർക്കിൾ കണ്ടുപിടിക്കാം. അതെന്താ? സെമി സർക്കിളിൻ്റെ ഏരിയ കാണുന്ന ഇക്വേഷൻ ഹാഫ് പൈ ആർ സ്ക്വയർ ആണ്. ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു പൈ ഇൻറ്റു റേഡിയസ് എന്താണ്? റെഡ് സെമി സർക്കിളിൻ്റെ ഡയമീറ്റർ ബി സി ആണ് അല്ലേ? അപ്പോൾ റേഡിയസ് അതിൻ്റെ ഹാഫ്, അതായത് ബി സി ബൈ 2 ഹോൾ സ്ക്വയർ. ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു പൈ ഇൻറ്റു ബി സി ബൈ 2 ഹോൾ സ്ക്വയർ എന്ന് വെച്ചാൽ ബി സി സ്ക്വയർ ബൈ 2 സ്ക്വയർ. 2 സ്ക്വയർ 4 അല്ലേ? ഓക്കെ, അപ്പോൾ അതെന്ത് വരും? ന്യൂമറേറ്ററിൽ പൈ ഇൻറ്റു ബി സി സ്ക്വയർ ആണ്. ബൈ ഡിനോമിനേറ്ററിൽ 2 ഇൻറ്റു 4, അത് 8 ആണ്. ഓക്കെ, ഇനി അടുത്തത് ഏരിയ ഓഫ് ഗ്രീൻ സെമി സർക്കിൾ കണ്ടുപിടിക്കുക. സെമി സർക്കിളിൻ്റെ ഏരിയ കാണാൻ ഇക്വേഷൻ എന്താ? ഹാഫ് പൈ ആർ സ്ക്വയർ ആണ്. ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു പൈ ഇൻറ്റു റേഡിയസ് എന്താണ്? ഗ്രീൻ സെമി സർക്കിളിൻ്റെ ഡയമീറ്റർ എ സി ആണ് അല്ലേ? അപ്പോൾ റേഡിയസ് അതിൻ്റെ ഹാഫ് എ സി ബൈ 2 ഹോൾ സ്ക്വയർ. ദാറ്റ് ഈസ് ഹാഫ് ഇൻറ്റു പൈ ഇൻറ്റു എ സി ബൈ 2 ഹോൾ സ്ക്വയർ എന്ന് വെച്ചാൽ എ സി സ്ക്വയർ ബൈ 2 സ്ക്വയർ, അതായത് 4 അല്ലേ? ദാറ്റ് ഈസ് ന്യൂമറേറ്ററിൽ പൈ ഇൻറ്റു എ സി സ്ക്വയർ ആണ്. ബൈ ഡിനോമിനേറ്ററിൽ 2 ഇൻറ്റു 4 8. ഓക്കെ, ഇത്ര കിട്ടി. ഇനി നമുക്കെന്ത് കണ്ടുപിടിക്കാം? ഏരിയ ഓഫ് ബ്ലൂ ക്രസൻറ്റ് പ്ലസ് ഏരിയ ഓഫ് റെഡ് ക്രസൻറ്റ്. ഈസിക്കൽ ടു എന്താണ്? നമുക്കറിയാം, ഈ മൂന്നാമത്തെ ഫിഗർ നോക്കിയാൽ അറിയാം ഇവരുടെ ഏരിയ എന്ന് പറയുന്നത് ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി, അതും പിന്നെ ഏരിയ ഓഫ് ബ്ലൂ സെമി സർക്കിൾ, പിന്നെ റെഡ് സെമി സർക്കിൾ. ഈ 3 ഏരിയയിൽ നിന്നും ട്രയാങ്കിളിൻ്റെ ഏരിയയും പിന്നെ ബ്ലൂ സെമി സർക്കിൾ പിന്നെ റെഡ് സെമി സർക്കിൾ, ഈ 3 ഏരിയയിൽ നിന്നും ഈ ഗ്രീൻ സെമി സർക്കിളിൻ്റെ ഏരിയ മൈനസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ക്രസൻസിൻ്റെ ഏരിയ കിട്ടുന്നത് അല്ലേ? അപ്പം നമുക്ക് എന്ത് പറയാം? ഏരിയ ഓഫ് ബ്ലൂ ക്രസൻറ്റ് പ്ലസ് ഏരിയ ഓഫ് റെഡ് ക്രസൻറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? ഏരിയ ഓഫ് ട്രയാങ്കിൾ പ്ലസ് ഏരിയ ഓഫ് ബ്ലൂ സെമി സർക്കിൾ പ്ലസ് ഏരിയ ഓഫ് റെഡ് സെമി സർക്കിൾ മൈനസ് ഏരിയ ഓഫ് ഗ്രീൻ സെമി സർക്കിൾ അല്ലേ? നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ ഇതാണ് ഗ്രീൻ ട്രയാങ്കിൾ. ഓക്കെ, ഇതിൻ്റെ മേലെ ബ്ലൂ സെമി സർക്കിൾ, ഇതിൻ്റെ മേലെ എന്തായി? റെഡ് സെമി സർക്കിൾ. ഇത്രോ ഏരിയയിൽ നിന്നും ഈ ഗ്രീൻ സെമി സർക്കിളിൻ്റെ ഏരിയ മൈനസ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? ഈ ക്രസൻസിൻ്റെ ഏരിയ കിട്ടുക അല്ലേ? ഷെയ്ഡ് ചെയ്തിട്ടുള്ള
ക്രസൻസിൻ്റെ ഏരിയ കിട്ടുക. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? So this is area of triangle പ്ലസ് ഏരിയ ഓഫ് റെഡ് സെമി സർക്കിൾ നമ്മൾ കണ്ട് എത്രയാണ്? പൈ ഇൻറ്റു ബി സി സ്ക്വയർ ബൈ 8 ആണ് അല്ലേ? അപ്പം പൈ ഇൻറ്റു ബി സി സ്ക്വയർ ബൈ 8 പ്ലസ് ഏരിയ ഓഫ് ബ്ലൂ സെമി സർക്കിൾ നമ്മൾ കണ്ടു എന്താണ്? പൈ ഇൻറ്റു എ ബി സ്ക്വയർ ബൈ 8 ആണ്. പിന്നെ മൈനസ് ഏരിയ ഓഫ് ഗ്രീൻ സെമി സർക്കിൾ. ഗ്രീൻ സെമി സർക്കിളിൻ്റെ ഏരിയ എത്രയാണ്? പൈ ഇൻറ്റു എ സി സ്ക്വയർ ബൈ 8 ആണ്. ഓക്കെ, സോ ദിസ് ഈസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ പ്ലസ് ഈ പൈ ബൈ 8 എല്ലാത്തിലും കോമൺ ആണല്ലേ? അപ്പോൾ പൈ ബൈ 8 പുറത്തെടുക്കുക കോമൺ ആയിട്ട്. ബാക്കിയുള്ള പൈ ബൈ 8 ഇൻറ്റു ബി സി സ്ക്വയറിന്ന് പൈ ബൈ 8 പുറത്തെടുത്ത ബാക്കി ബി സി സ്ക്വയർ ആണ്. പ്ലസ് അടുത്തത് പൈ ബൈ 8 ഇൻറ്റു എ ബി സ്ക്വയറിന്ന് പൈ ബൈ 8 പുറത്തെടുത്ത ബാക്കി എ ബി സ്ക്വയർ ആണ്. മൈനസ് പൈ ബൈ 8 ഇൻറ്റു എ സി സ്ക്വയറിന്ന് പൈ ബൈ 8 പുറത്തെടുത്താൽ ബാക്കി എ സി സ്ക്വയർ. ഓക്കെ, സോ ദിസ് ഈസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ പ്ലസ് പൈ ബൈ 8 ഇൻറ്റു ബി സി സ്ക്വയർ പ്ലസ് എ ബി സ്ക്വയർ മൈനസ് എ സി സ്ക്വയർ. നമ്മൾ കണ്ടു എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ എന്താണ്? എ സി സ്ക്വയർ ആണെന്ന് കണ്ടു അല്ലേ? അതായത് ബി സി സ്ക്വയർ പ്ലസ് എ ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താ? എ സി സ്ക്വയർ ആണ്. അപ്പോൾ ബി സി സ്ക്വയർ പ്ലസ് എ ബി സ്ക്വയറിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? എ സി സ്ക്വയർ എന്ന് കൊടുക്കാം. ഓക്കെ, എ സി സ്ക്വയർ പിന്നെ ഇവിടെയുള്ള ഓൾറെഡി ഉള്ള മൈനസ് എ സി സ്ക്വയർ. ഓക്കെ, ദാറ്റ് ഈസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ പ്ലസ് പൈ ബൈ 8 ഇൻറ്റു എ സി സ്ക്വയർ മൈനസ് എ സി സ്ക്വയർ എന്താ? 0 ആണ് അല്ലേ? അപ്പോൾ പൈ ബൈ 8 ഇൻറ്റു 0 എന്ന് വെച്ചാൽ 0 ആണല്ലേ? അപ്പോൾ ഇതെന്ത് വരും? ഏരിയ ഓഫ് ട്രയാങ്കിൾ പ്ലസ് 0, അതായത് ഏരിയ ഓഫ് ട്രയാങ്കിൾ. അപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്തില്ലേ? എന്ത് പ്രൂവ് ചെയ്തു? ഏരിയ ഓഫ് ബ്ലൂ ക്രസൻറ്റ് പ്ലസ് ഏരിയ ഓഫ് റെഡ് ക്രസൻറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? ഏരിയ ഓഫ് ട്രയാങ്കിൾ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. ഓക്കെ, in the picture, AB and CD are perpendicular chords of the circle. Prove that the arcs APC and PQD join together make a semicircle. അതായത് താഴെ ഫിഗറിൽ APC എന്ന ആർക്കും PQD എന്ന ആർക്കും കൂടി ജോയിൻ ചെയ്താൽ ഒരു സെമി സർക്കിൾ ആണെന്ന് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അത് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഈ APC എന്ന ആർക്കിൻ്റെ സെൻട്രൽ ആംഗിളും BQD എന്ന ആർക്കിൻ്റെ സെൻട്രൽ ആംഗിളും കൂടി ആഡ് ചെയ്താൽ 180 ഡിഗ്രി കിട്ടുമെന്ന് നമ്മൾ പ്രൂവ് ചെയ്താൽ മതി. കാരണം എന്താണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു സെമി സർക്കിളിൻ്റെ സെൻട്രൽ ആംഗിൾ എന്താ? 180 ഡിഗ്രിയാണ്. അപ്പോൾ ഈ രണ്ട് ആർക്സിൻ്റെയും സെൻട്രൽ ആംഗിൾ ആഡ് ചെയ്താൽ 180 ഡിഗ്രി കിട്ടുമെങ്കിൽ അതിനർത്ഥം എന്താണ്? ഈ രണ്ട് ആർക്സും കൂടി ജോയിൻ ചെയ്താൽ ഒരു സെമി സർക്കിൾ കിട്ടുമെന്നാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ രണ്ട് ആർക്സിൻ്റെയും സെൻട്രൽ ആംഗിളിൻ്റെ സമ്മ് 180 ഡിഗ്രിയാണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് AD ജോയിൻ ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഒരു ട്രയാങ്കിൾ ഫോം ചെയ്തിട്ടുണ്ട്. ഈ രണ്ട് പെർപെൻഡിക്കുലേഴ്സും കൂടി മീറ്റ് ചെയ്യുന്ന പോയിന്റിന് നമുക്ക് R എന്ന് കൊടുക്കാം. സർക്കിളിൻ്റെ സെൻറ്ററിന് O എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഈ ട്രയാങ്കിൾ ADRൻ്റെ ആംഗിൾസിൻ്റെ സമ്മ് എന്താണ്? 180 ഡിഗ്രി ആയിരിക്കും അല്ലേ? ഈ മൂന്ന് ആംഗിൾസും, അതായത് ആംഗിൾ ADR പ്ലസ് ആംഗിൾ DAR പ്ലസ് ഈ 90 ഡിഗ്രി എന്താണ്? 180 ഡിഗ്രിയാണ്. കാരണം സം ഓഫ് ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ 180 ഡിഗ്രിയാണ്. അപ്പോൾ എന്ത് എഴുതാം? ആംഗിൾ ADR പ്ലസ് ആംഗിൾ DAR പ്ലസ് ഈ 90 ഡിഗ്രി ഈസ് ഈക്വൽ ടു എന്താ? 180 ഡിഗ്രിയാണ്. കാരണം സം ഓഫ് ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾ ഈസ് 180 ഡിഗ്രി.
ഇതിൽ നിന്ന് നമുക്ക് ആംഗിൾ എ ഡി ആർ പ്ലസ് ആംഗിൾ ഡി എ ആർ കാണാം. അതിന് വേണ്ടിയിട്ട് ഈ 90 ഡിഗ്രി ഇവിടെ ആഡ് ചെയ്തേക്കില്ല. അപ്പോൾ പ്ലസ് 90 ഡിഗ്രിയെ കെൽറ്റിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ മൈനസ് 90 ഡിഗ്രി ആവും. സോ ആംഗിൾ എ ഡി ആർ പ്ലസ് ആംഗിൾ ഡി എ ആർ ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി മൈനസ് 90 ഡിഗ്രി. അതെത്രയാണ്? 180 ഡിഗ്രി മൈനസ് 90 ഡിഗ്രി 90 ഡിഗ്രിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആംഗിൾ എ ഡി ആർ പ്ലസ് ആംഗിൾ ഡി എ ആർ എന്ത് കിട്ടി? 90 ഡിഗ്രി ആണെന്ന് കിട്ടി. ഓക്കെ, ഇനി നമുക്ക് സെൻട്രൽ ആംഗിൾ കാണാം. സെൻട്രൽ ആംഗിൾ ഓഫ് ആർക്ക് എ പി സി. അതെന്താണ്? ആർക്ക് എ പി സിയുടെ സെൻട്രൽ ആംഗിൾ കാണണമെങ്കിൽ ആർക്ക് എ പി സിയുടെ എൻസിൽ നിന്നും സെൻറ്ററിലേക്ക് ജോയിൻ ചെയ്യണം. ആർക്ക് എ പി സിയുടെ എൻസ് ആണ് എയും സിയും. അപ്പോൾ എയിൽ നിന്നും സിയിൽ നിന്നും സെൻറ്ററിലേക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ എയിൽ നിന്നും സെൻറ്ററായ ഓയിലേക്ക് ജോയിൻ ചെയ്യാം. അതേപോലെ സിയിൽ നിന്ന് സെൻറ്ററായ ഓയിലേക്ക് ജോയിൻ ചെയ്യാം. ഇപ്പോൾ ഫോം ചെയ്തിട്ടുള്ള ആംഗിളാണ് എന്ത്? ആംഗിൾ എ ഒ സി. അപ്പോൾ ആംഗിൾ എ ഒ സി ആണ് സെൻട്രൽ ആംഗിൾ ഓഫ് ആർക്ക് എ പി സി അല്ലേ. അപ്പോൾ ആംഗിൾ എ ഒ സി എന്ന് പറയുന്നത് എന്താ? ആംഗിൾ എ ഒ സി ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ആംഗിൾ എ ഡി സി ആണ്. അല്ലെങ്കിൽ എ ഡി സിക്ക് പകരം എ ഡി ആർ എന്ന് കൊടുക്കാം. രണ്ടും ഒരേ ആംഗിൾ തന്നെ. 2 ഇൻറ്റു ആംഗിൾ എ ഡി ആർ ആണ് അല്ലേ. നോക്കൂ, ഞാൻ ഈ ഫിഗറിൽ ഈ വയലറ്റ് കളറിൽ മാർക്ക് ചെയ്തിട്ടില്ല. ഈ രണ്ട് ആംഗിൾസ് എന്ന് പറയുന്നത് എന്താ? എ പി സി എന്ന ആർക്ക് സർക്കിളിലെ ഒരു പോയിൻ്റായ ഡിയിൽ ഉണ്ടാക്കുന്ന ആംഗിളാണ് ആംഗിൾ എ ഡി ആർ അല്ലേ, അല്ലെങ്കിൽ ആംഗിൾ എ ഡി സി. അതേപോലെ എ പി സി എന്ന ആർക്ക് സർക്കിളിലെ സെൻറ്ററിൽ ഉണ്ടാക്കുന്ന ആംഗിളാണ് ആംഗിൾ എ ഒ സി. അപ്പോൾ ഈ ആംഗിൾ എ ഡി സിയുടെ ഡബിൾ ആണ് എങ്കിൽ എ ഡി ആറിൻ്റെ ആംഗിൾ എ ഡി ആറിൻ്റെ ഡബിൾ ആണ് ഇത് ആംഗിൾ എ ഒ സി എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ആംഗിൾ എ ഒ സി ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ആംഗിൾ എ ഡി ആർ. കാരണം എന്താണ്? ആംഗിൾ മെയ്ഡ് ബൈ ആൻ ആർക്ക് at a point on circle is half of its central angle. ഓക്കെ, അതേപോലെ ഈ ബി ക്യു ഡി എന്ന ആർക്കിൻ്റെ സെൻട്രൽ ആംഗിൾ എന്താ? അത് കണ്ടുപിടിക്കണമെങ്കിൽ ബി ക്യു ഡി എന്ന ആർക്കിൻ്റെ എൻസായ ബിയിൽ നിന്നും ഡിയിൽ നിന്നും സെൻറ്ററിലേക്ക് ജോയിൻ ചെയ്യണം അല്ലേ. അതായത് ബിയിൽ നിന്നും സെൻറ്ററായ ഓയിലേക്ക് ജോയിൻ ചെയ്യാം, ഡിയിൽ നിന്നും സെൻറ്ററായ ഓയിലേക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഫോം ചെയ്യുന്ന ആംഗിൾ ഏതാണ്? ഞാൻ ഈ പിങ്ക് കളറിൽ മാർക്ക് ചെയ്യട്ടോ, ആംഗിൾ ബി ഒ ഡി. അപ്പോൾ ആംഗിൾ ബി ഒ ഡി ആണ് എന്ത്? സെൻട്രൽ ആംഗിൾ. എന്ത്? ബി ക്യു ഡി എന്ന ആർക്കിൻ്റെ സെൻട്രൽ ആംഗിൾ അല്ലേ. അപ്പോൾ ആംഗിൾ ബി ഒ ഡി എന്ന് പറയുന്നത് എന്താണ്? ബി ഒ ഡി എന്ന് പറയുന്നത് ഈ ആംഗിളില്ലേ, ഏത് ആംഗിൾ? ആംഗിൾ ഡി എ ബി അല്ലെങ്കിൽ ഡി എ ആർ. ഈ രണ്ട് ആംഗിൾ സെയിം ആണ്. ഡി എ ആർ എന്ന ആംഗിളും ഡി എ ബി എന്ന ആംഗിളും സെയിം ആണല്ലോ. അപ്പോൾ ഈ ഡി എ ആർ എന്ന ആംഗിളിൻ്റെ ഡബിൾ ആയിരിക്കും ആംഗിൾ ബി ഒ ഡി എന്ന് പറയുന്നത് അല്ലേ. കാരണം എന്താണ്? ബി ക്യു ഡി എന്ന ആർക്ക് സർക്കിളിലെ ഒരു പോയിൻ്റായ എയിലുണ്ടാക്കുന്ന ആംഗിളാണ് എന്ത്? ആംഗിൾ ഡി എ ആർ അല്ലെങ്കിൽ ഡി എ ബി. ഓക്കെ, അപ്പോൾ ഈ സെയിം ആർക്ക് സർക്കിളിലെ സെൻറ്ററിൽ ഉണ്ടാക്കുന്ന ആംഗിളാണ് ബി ഒ ഡി. അപ്പോൾ സർക്കിളിലെ ഒരു പോയിന്റിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് സെൻറ്ററിൽ ഉണ്ടാക്കുന്ന ആംഗിളിൻ്റെ ഹാഫാണ് അല്ലേ. അതിനർത്ഥം എന്താ? സെൻറ്ററിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് സർക്കിളിലെ പോയിന്റിൽ ഉണ്ടാക്കുന്ന ആംഗിളിൻ്റെ ഡബിൾ ആയിരിക്കും അല്ലേ. അപ്പോൾ എന്താ പറയുക? ആംഗിൾ ബി ഒ ഡി ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ആംഗിൾ ഡി എ ആർ. സെയിം റീസൺ തന്നെയാണ് ആംഗിൾ മെയ്ഡ് ബൈ ആൻ ആർക്ക് അറ്റ് എ പോയിന്റ് ഓൺ സർക്കിൾ ഈസ് ഹാഫ് ഓഫ് ഇറ്റ് സെൻട്രൽ ആംഗിൾ. നമ്മൾ പഠിച്ചത് സെയിം റീസൺ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? എ പി സി എന്ന ആർക്കും ബി ക്യു ഡി എന്ന ആർക്കും കൂടി ജോയിൻ ചെയ്താൽ എന്ത് കിട്ടണം? സെമി സർക്കിൾ കിട്ടണം അല്ലേ. അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? എ പി സി എന്ന ആർക്കിൻ്റെ സെൻട്രൽ ആംഗിളും ബി ക്യു ഡി എന്ന ആർക്കിൻ്റെ സെൻട്രൽ ആംഗിൾ കൂടി ആഡ് ചെയ്താൽ 180 കിട്ടണം എന്നാണ് അല്ലേ. അപ്പോൾ എ പി സി എന്ന ആർക്കിൻ്റെ സെൻട്രൽ ആംഗിളും ബി ക്യു ഡി എന്ന ആർക്കിൻ്റെ സെൻട്രൽ ആംഗിളും കൂടി ആഡ് ചെയ്ത് നോക്കാം. അതായത് സെൻട്രൽ ആംഗിൾ ആർക്ക് എ പി സി പ്ലസ് സെൻട്രൽ ആംഗിൾ ഓഫ് ആർക്ക് ബി ക്യു ഡി. എന്താണ്? സെൻട്രൽ ആംഗിൾ ഓഫ് ആർക്ക് എ പി സി നമ്മൾ കണ്ടല്ലോ. എന്താണ്? ആംഗിൾ എ ഒ സി ആണല്ലേ. അതായത് ആംഗിൾ എ ഒ സി പ്ലസ് ആംഗിൾ സെൻട്രൽ ആംഗിൾ ഓഫ് ആർക്ക് ബി ക്യു ഡി എന്താ? ആംഗിൾ ബി ഒ ഡി ആണ്. ബി ഒ ഡി. അപ്പോൾ ആംഗിൾ എ ഒ സി എന്താ നമ്മൾ കണ്ടു? 2 ഇൻറ്റു ആംഗിൾ എ ഡി ആർ ആണ് അല്ലേ. അപ്പോൾ 2 ഇൻറ്റു ആംഗിൾ എ ഡി ആർ എന്ന് കൊടുക്കാം ആംഗിൾ എ ഒ സിക്ക് പകരം. പ്ലസ്
പിന്നെ ആംഗിൾ ബി ഒ ഡി ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ആംഗിൾ ഡി എ ആർ എന്ന് കണ്ടു. അപ്പോൾ ആംഗിൾ ബി ഒ ഡിക്ക് പകരം 2 ഇൻറ്റു ആംഗിൾ ഡി എ ആർ എന്ന് കൊടുക്കാം. അപ്പോൾ രണ്ടിൽ 2 ഇൻറ്റു 2 ഇൻറ്റു കോമൺ ആണ്, അപ്പോൾ 2 പുറത്തെടുക്കാം. അപ്പോൾ ആദ്യത്തെ 2 ഇൻറ്റു ആംഗിൾ എ ഡി ആറിന് 2 പുറത്തെടുത്ത ബാക്കി ആംഗിൾ എ ഡി ആർ. നടുക്കുള്ള സൈന് പ്ലസ് ആണ്. 2 ഇൻറ്റു ഡി എ ആറിന് 2 പുറത്തെടുത്ത ബാക്കി ആംഗിൾ ഡി എ ആർ. ഓക്കെ, ദാറ്റ് ഈസ് 2 ഇൻറ്റു ആംഗിൾ എ ഡി ആർ പ്ലസ് ആംഗിൾ ഡി എ ആർ 90 ഡിഗ്രിയാണ് നമ്മൾ ഓൾറെഡി കണ്ടല്ലോ. അപ്പോൾ ആംഗിൾ എ ഡി ആർ പ്ലസ് ആംഗിൾ ഡി എ ആർക്ക് പകരം 90 ഡിഗ്രി ഒന്ന് കൊടുക്കാം അല്ലേ. ദാറ്റ് ഈസ് 180 ഡിഗ്രി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? സെൻട്രൽ ആംഗിൾ ഓഫ് ആർക്ക് എ പി സി പ്ലസ് സെൻട്രൽ ആംഗിൾ ഓഫ് ആർക്ക് ബി ക്യു ഡി എന്താണ്? 180 ഡിഗ്രി ആണെന്ന് കിട്ടി. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? സോ ആർക്ക് എ പി സി ആൻഡ് ബി ക്യു ഡി together join together make a semicircle.